നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്റെ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ്. അതിന്റെ ലിങ്ക് നമുക്ക് ഇടതുവശത്ത് കാണാൻ കഴിയും. അപ്പോൾ ആ ലിങ്കിൽ കയറി ടെലിഗ്രാം ചാനൽ വന്നിട്ട് എന്റെ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. അങ്ങനെയാകുമ്പോൾ പുതിയ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതായത് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് SCERT സ്റ്റാൻഡേർഡ് 10 ഇംഗ്ലീഷ് പുസ്തകത്തിലെ ഒരു ഭാഗമാണ്. ഡിഗ്രീസ് ഓഫ് കമ്പാരിസണുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് 10 ഇംഗ്ലീഷ് പുസ്തകത്തിലെ 22ാമത്തെ പേജിൽ ഈ 22ാമത്തെ പേജിൽ കാണുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അവിടെയാണ് നമ്മൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസണുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് സ്യൂട്ടബിളി എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നോ അതർ ബേർഡ് ഈസ് ആസ് ഡാഷ് ആസ് ദ ക്രോ എന്നിങ്ങനെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ താഴെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ക്ലവർ, ക്ലവറർ, ക്ലവറസ്റ്റ്. അപ്പൊ ഇവിടെ നമുക്ക് എളുപ്പ വഴിയുണ്ട്. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഡാഷിന് തൊട്ടു മുമ്പും അതിന് ശേഷവും ഇതേപോലെ അസ് ആസ് എന്ന് വരികയോ അല്ലെങ്കിൽ സോ ഡാഷ് സോ, ഒന്നുകിൽ അസ് ഡാഷ് അസ് വരാം, അല്ലെങ്കിൽ സോ ഡാഷ് സോ എന്ന തരത്തിൽ വരാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടെ വരേണ്ടത് തീർച്ചയായിട്ടും ഏത് ഡിഗ്രി ആയിരിക്കണം? പോസിറ്റീവ് ഡിഗ്രി ആയിരിക്കണം വരേണ്ടത്. ഇവിടെ അസ് ഡാഷ് അസ് എന്ന് വന്നു, അതുകൊണ്ട് ഇവിടെ ഏത് ഡിഗ്രിയെ വരാവൂ? പോസിറ്റീവ് ഡിഗ്രിയെ വരാവൂ. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഈ ക്ലവർ എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ നോ അതർ ബേർഡ് ഈസ് അസ് ഡാഷ് അസ് ദ ക്രോ എന്ന് പറയുമ്പോൾ ഇവിടെ ക്ലവർ ആണ് വരേണ്ടത്. അപ്പൊ നോ അതർ ബേർഡ് ഈസ് അസ് ക്ലവർ ആസ് ദ ക്രോ എന്നാണ്. അപ്പൊ എളുപ്പ വഴിയാണ്, ഈ ഡാഷിന് തൊട്ട് മുമ്പ് ഇതുപോലെ അസും അല്ലെങ്കിൽ അതിനുശേഷവും ഇതുപോലെ അസ്, ഇത്തരത്തിൽ ഡാഷിന് തൊട്ട് മുമ്പും അതിനുശേഷവും അസ് അസ് വരികയോ അല്ലെങ്കിൽ സോ സോ, ഇവിടെ സോ വരാം, ഈ അസിന് പകരം സോ ആയിരിക്കും വരിക, അതുപോലെ ഈ അസിന് പകരവും സോ ആയിരിക്കും വരിക. അങ്ങനെ അത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റ് ഡിഗ്രി ഉപയോഗിക്കാം. പിന്നെ വേറെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ സെന്റൻസ് നോ അതർ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയാണെങ്കിൽ, നോ അതർ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയോ അല്ലെങ്കിൽ വെരി ഫ്യൂ, നോ അതർ എന്നോ അല്ലെങ്കിൽ വെരി ഫ്യൂ എന്നോ തുടങ്ങുന്നുവെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഏത് ഡിഗ്രി എഴുതാൻ പറ്റത്തുള്ളൂ? നമുക്ക് പോസിറ്റീവ് ഡിഗ്രി എഴുതാനേ പറ്റത്തുള്ളൂ. അപ്പൊ പോസിറ്റീവ് ഡിഗ്രി എഴുതേണ്ട സാഹചര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്നുകിൽ എങ്ങനെ ആയിരിക്കണം? ഈ ഡാഷിന് തൊട്ട് മുമ്പ് അസ്, അതുപോലെ ശേഷവും അസ് എന്ന് വരണം. അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് എന്തിൽ തുടങ്ങണം? നോ അതർ എന്നോ അല്ലെങ്കിൽ വെരി ഫ്യൂ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയാണെങ്കിൽ അവിടെ വരേണ്ടത് എങ്ങനെയുള്ളതായിരിക്കണം? പോസിറ്റീവ് ഡിഗ്രി ആയിരിക്കണം. അപ്പൊ ഇവിടെ ഏതാണ് വരേണ്ടത്? പോസിറ്റീവ് ഡിഗ്രിയായ ക്ലവർ എന്നുള്ള സംഭവമാണ് വരേണ്ടത്. ഇനി അടുത്ത നമുക്ക് നോക്കാം, ദ ഗ്രേ മംഗൂസ് വാസ് ഡാഷ് ദാൻ ദ കോബ്ര. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഈ മംഗൂസിനെയും കോബ്രയും അങ്ങനെ രണ്ടുപേരുണ്ട്, മംഗൂസും കോബ്രയും അങ്ങനെ രണ്ടുപേരുണ്ട്. അപ്പൊ രണ്ടുപേരെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ തീർച്ചയായിട്ടും ഏത് ഡിഗ്രിയാണ് വരേണ്ടത്? കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് വരേണ്ടത്. അഗ്രസീവ്, മോർ അഗ്രസീവ്, മോസ്റ്റ് അഗ്രസീവ്. അത് അഗ്രസീവ് എന്ന് പറയുന്ന വാക്ക് എന്നുവെച്ചാൽ അർത്ഥം അക്രമസക്തം അർത്ഥമല്ല, അഗ്രസീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന്റെ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് മോർ അഗ്രസീവ്, അതിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് എന്ത്? മോസ്റ്റ് അഗ്രസീവ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്ത് വരും? അപ്പൊ നമ്മൾ ഓൾറെഡി കണ്ടു, മംഗൂസിനെയും കോബ്രയും കുറിച്ചാണ് പറയുന്നത്. അപ്പൊ രണ്ടുപേരുണ്ട്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് വരേണ്ടത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവിടെ മോർ അഗ്രസീവ് എന്നുള്ളതാണ് വരേണ്ടത്. ഞാൻ എളുപ്പ വഴി എന്തുവാ? ഡാഷിന് ശേഷം ദാൻ വന്നു കഴിഞ്ഞാൽ അവിടെ എന്തേ വരത്തുള്ളൂ? കമ്പാരിറ്റീവ് ഡിഗ്രിയെ വരത്തുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ സെന്റൻസ് എങ്ങനെയൊക്കെ തുടങ്ങുകയാണെങ്കിൽ, ഓഫിൽ തുടങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ഔട്ട് ഓഫ് എന്നും പറഞ്ഞിട്ട് തുടങ്ങുകയാണെങ്കിൽ, ഓഫോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് എന്നും പറഞ്ഞിട്ട് തുടങ്ങുകയാണെങ്കിൽ നമുക്കവിടെ എന്ത് എഴുതാം? കമ്പാരിറ്റീവ് ഡിഗ്രി എഴുതാം. അപ്പൊ അങ്ങനെ വന്നാലും ഓഫിലോ അല്ലെങ്കിൽ ഔട്ട് ഓഫിൽ തുടങ്ങുമ്പോഴും അവിടെ എന്തിനെക്കുറിച്ച് മാത്രമേ പറയാവൂ? രണ്ട് കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ പറയാവൂ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് എന്ത് എഴുതാം? കമ്പാരിറ്റീവ് ഡിഗ്രി എഴുതാം.
ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ബനിയൻ ട്രീ വാസ് ദ ഡാഷ് പ്ലേസ് ഓൺ ദ റോഡ്. ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നോയിസ് എന്ന് പറയുന്നതിന്റെ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് നോയിസർ ആൻഡ് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് നോയിസിയസ്റ്റ്. പിന്നെ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ എന്ത് വരും മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഡാഷിന് തൊട്ടുമുമ്പ് എന്താ വന്നിരിക്കുന്നത്? ദായ വന്നിരിക്കുന്നത്. ആ ഡാഷിന് തൊട്ടുമുമ്പ് ദാ വന്നു കഴിഞ്ഞാൽ പിന്നീട് എന്താ വരാവും? സൂപ്പർലേറ്റീവ് ഡിഗ്രി വരാവും. അല്ലെങ്കിൽ ദായ്ക്ക് ശേഷം നമ്മൾ എന്താണ് സാധാരണ എഴുതേണ്ടത്? സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞായിരുന്നു ഔട്ട് ഓഫും ഓഫും എന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ അവിടെ രണ്ട് കാര്യത്തെക്കുറിച്ച് പറയുന്ന സാഹചര്യത്തിൽ അവിടെ ഒരു ദാ വരും. ആ ദാ വന്നാലും അവിടെ കമ്പാരിറ്റീവ് ഡിഗ്രി എഴുതാവൂ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെ നോക്കാം, ഇവിടെ അങ്ങനെ ഓഫോ ഔട്ട് ഓഫോ ഒന്നും പറഞ്ഞിട്ടില്ല തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ സിമ്പിൾ ആയിട്ടൊരു സെന്റൻസ് തന്നിരിക്കുന്നു, അവിടെ ഒരു ദാ വന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ, അത്തരത്തിൽ വരുമ്പോൾ ഇവിടെ ദായ്ക്ക് ശേഷം നമ്മൾ എന്ത് എഴുതാവും? സൂപ്പർലേറ്റീവ് ഡിഗ്രി എഴുതാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ എങ്ങനെ ആയിരിക്കും? ദ ബനിയൻ ട്രീ വാസ് ദ നോയിസിയസ്റ്റ് പ്ലേസ് ഓൺ ദ റോഡ് എന്നാണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ നോയിസിയസ്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ദ കോബ്ര വാസ് എ ഡാഷ് ഫൈറ്റർ. നോക്കിയിട്ടുണ്ട്. ഇവിടെ സ്കിൽഫുൾ ആണോ, മോർ സ്കിൽഫുൾ ആണോ, മോസ്റ്റ് സ്കിൽഫുൾ ആണോ? അതാണ് ചോദ്യം. അപ്പൊ എന്താണ് സ്കിൽഫുൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സമർത്ഥൻ അർത്ഥത്തിലാണ്. അപ്പൊ അതിന്റെ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് മോർ സ്കിൽഫുൾ, അതിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് മോസ്റ്റ് സ്കിൽഫുൾ. ഇവിടെ നമ്മൾ എന്താണ് പറയുന്നത്? ദ കോബ്ര വാസ് എ ഡാഷ് ഫൈറ്റർ എന്നാണ് പറയുന്നത്. നമ്മൾ നോക്കുക, ഈ ഡാഷ് തൊട്ടുമ്പോൾ എന്താ വന്നിരിക്കുന്നത്? എ എന്നാണ് വന്നിരിക്കുന്നത്. എ എന്ന് പറയുമ്പോൾ എന്താ? ഒന്ന് എന്നർത്ഥമില്ല. ഒരാളെ കുറിച്ച് മാത്രമേ ഇവിടെ നമ്മൾ പറയുന്നുള്ളൂ. അങ്ങനെ ഡാഷ് തൊട്ടുമ്പോൾ എയോ ആനോ വരികയാണെങ്കിൽ തുടർന്ന് വരേണ്ടത് എങ്ങനെ ആയിരിക്കണം? പോസിറ്റീവ് ഡിഗ്രി ആയിരിക്കണം വരേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇവിടെ വന്നിരിക്കേണ്ടത് എന്താ? സ്കിൽഫുൾ എന്ന് പറയുന്ന ഈ പോസിറ്റീവ് ഡിഗ്രി ഉള്ള അഡ്ജക്റ്റീവ് ആണ് ഇവിടെ വരേണ്ടത്. അപ്പൊ അങ്ങനെ ഇങ്ങനെ ആയിരിക്കും ആൻസർ. ദ കോബ്ര വാസ് എ സ്കിൽഫുൾ ഫൈറ്റർ എന്നാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ഡിഗ്രി വരേണ്ട സാഹചര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞു എന്താ? നോ അതിൽ തുടങ്ങിയോ അല്ലെങ്കിൽ വെരി ഫ്യൂ എന്ന് തുടങ്ങിയോ ചെയ്യുന്ന സെന്റൻസിൽ എന്തേ വരത്തുള്ളൂ? പോസിറ്റീവ് ഡിഗ്രി വരത്തുള്ളൂ നമ്മൾ പറഞ്ഞു. അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഡാഷിന് തൊട്ട് മുമ്പും അതിനുശേഷവും ഇതിൽ അസ് അസ് അല്ലെങ്കിൽ സോ സോ എന്ന തരത്തിൽ വരികയാണെങ്കിലും അവിടെ നമ്മൾ എന്താ ഉപയോഗിക്കാവൂ? പോസിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കാവെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എന്താ പറയുന്നത്? ഇതേപോലെ എ എന്ന് കണ്ട് എയോ ആനോ ഡാഷിന് തൊട്ടും വരുവാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് എഴുതാവും? പോസിറ്റീവ് ഡിഗ്രി എഴുതാവും. ഓക്കെ, ഇനി കമ്പാരിറ്റീവ് ഡിഗ്രി എങ്ങനെ വരണമെന്നാണ് നമ്മൾ പറഞ്ഞത്? നമുക്ക് തന്നിരിക്കുന്ന ഡാഷിന് ശേഷം നമുക്ക് തന്നിരിക്കുന്ന ഡാഷിന് ശേഷം ദാൻ വരികയാണെങ്കിൽ നമുക്കവിടെ കമ്പാരിറ്റീവ് ഡിഗ്രി എഴുതാം. ഈ രണ്ടുപേരെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ എങ്കിൽ അവിടെ നമുക്ക് കമ്പാരിറ്റീവ് ഡിഗ്രി എഴുതാം. പിന്നെ ഔട്ട് ഓഫ് എന്ന് പറയുന്നുണ്ടോ അല്ലെങ്കിൽ ഓഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന സെന്റൻസ് രണ്ടുപേരെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ എങ്കിൽ അവിടെ നമുക്ക് എന്ത് എഴുതാം? കമ്പാരിറ്റീവ് ഡിഗ്രി എഴുതാം. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ദ ഈവനിങ് വാസ് ഡാഷ് ദാൻ ദ മോർണിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കാം, ഇവിടെ ഡാഷിന് ശേഷം എന്താ വന്നിരിക്കുന്നു? ദാൻ വന്നിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ നോക്കുക, ഈവനിങ് എന്ന് പറയുന്ന സംഭവത്തെയും മോർണിംഗ് എന്ന് പറയുന്ന സംഭവത്തെയും തമ്മിൽ താരതമ്യം ചെയ്യുകയാണ്. അപ്പൊ രണ്ട് കാര്യങ്ങളാണുള്ളത്. അപ്പൊ രണ്ട് കാര്യങ്ങളെ കുറിച്ച് താരതമ്യം ചെയ്യുമ്പോൾ അവിടെ തീർച്ചയായിട്ടും എന്ത് വരാവും? കമ്പാരിറ്റീവ് ഡിഗ്രിയെ വരാവും. അങ്ങനെ ആകുമ്പോൾ ഇവിടെ നോക്കുക, ഹോട്ട്, ഹോട്ടർ, ഹോട്ടസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് ഹോട്ടർ ആണ്. അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഹോട്ടർ എന്നായിരിക്കും. മൈന വാസ് ആസ് ഡാഷ് ആസ് ദ ക്രോ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഡാഷ് ഉണ്ട്, അതിന് തൊട്ട് മുമ്പ് അസും അതിനുശേഷവും അസ് എന്ന് വന്നു. അങ്ങനെ വന്നപ്പോൾ അവിടെ എന്താ വരാവും? ഇനി പോസിറ്റീവ് ഡിഗ്രി വരാവും. നേരത്തെ പറഞ്ഞല്ലോ, ഡാഷിന് തൊട്ട് മുമ്പ് അസ് അല്ലെങ്കിൽ അതിനുശേഷം അസ് അല്ലെങ്കിൽ ഡാഷിന് തൊട്ട് മുമ്പ് സോ അല്ലെങ്കിൽ അതിനുശേഷം സോ ഇത്തരത്തിൽ വരികയാണെങ്കിൽ നമ്മളവിടെ എന്ത് എഴുതത്തുള്ളൂ? പോസിറ്റീവ് ഡിഗ്രി എഴുതത്തുള്ളൂ. ഓക്കെ, ഇവിടെ നോക്കും മൈനയും ക്രോയും രണ്ടുണ്ടെന്നൊന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ആരും ഇവിടെ കമ്പാരിറ്റീവ് ഡിഗ്രി എഴുതാൻ പാടില്ല. ഇവിടെ കണ്ടീഷൻ ഉണ്ട്, അങ്ങനെയൊക്കെ വരും. പക്ഷെ നമ്മുടെ ഡാഷിന് തൊട്ട് മുമ്പ് അസോ അസ് അതിനുശേഷം അസ് അല്ലെങ്കിൽ ഡാഷിന് തൊട്ട് മുമ്പ് സോ അല്ലെങ്കിൽ ഡാഷിന് ശേഷം സോ എന്ന തരത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് എഴുതാവൂ? പോസിറ്റീവ് ഡിഗ്രി നമ്മൾ എഴുതാൻ പാടുള്ളൂ. ഇവിടെ നോക്കുമ്പോൾ കണ്ടന്റഡ്, മോർ കണ്ടന്റഡ്, മോസ്റ്റ് കണ്ടന്റഡ് എന്ന് തന്നിട്ടുണ്ട്. പിന്നെ അത് പോസിറ്റീവ് ഡിഗ്രി ആയിട്ടുള്ള ഇതാണ് കണ്ടന്റഡ് എന്നുള്ളതാണ്. കണ്ടന്റഡ് എന്ന് ചേർക്കുന്നത് സാറ്റിസ്ഫൈഡ് എന്നാണ് കണ്ടന്റഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംതൃപ്തിയുള്ള എന്നാണ് കണ്ടന്റഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ എങ്ങനെ വരത്തുള്ളൂ? ദ മൈന വാസ് ആസ് കണ്ടന്റഡ് ആസ് ദ ക്രോ എന്നാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പൊ
ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായി ഞാൻ കരുതുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ആദ്യമായി എന്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.